ഇപ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനുശ്രീ കൂടി ചേരുന്നുണ്ട്. അനുശ്രീ, ആ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏതോ പഴയ കാലത്തേക്ക് പോലും സമൂഹത്തെ പിടിച്ചുകൊണ്ടുപോയോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ അതിക്രൂരമായ ദൃശ്യങ്ങൾ. അനുശ്രീ. തീർച്ചയായിട്ടും. ഹലോ, കേൾക്കാൻ പറ്റില്ലേ? കേൾക്കാം. തീർച്ചയായിട്ടും അതിഭീകരമായിട്ടുള്ള വാർത്തകളും ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മനസാക്ഷിയുള്ള മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാതെ അത്രയും ക്രൂരമായ അനുഭവങ്ങളാണ് കോട്ടയം കോളേജുമായി ബന്ധപ്പെട്ട് ഈ സമയങ്ങളിലും ഇന്നലെ തൊട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. എങ്ങനെയായിരുന്നാലും വിദ്യാർത്ഥി സമൂഹം ഇത്ര കണ്ട് ക്രൂരമാകാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാവുന്നത്. സൗഹൃദത്തിന്റെയും മറ്റ് പങ്കുവെക്കലിന്റെ ഒക്കെ കേന്ദ്രമായി മാറേണ്ട ക്യാമ്പസുകൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്രൂരമായിട്ട് മാറുന്നത് എന്ന് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി സംഘടന അടക്കം അതിഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതും തിരുത്തലിന് വിധേയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളെ പുതിയ കാലത്ത് ക്യാമ്പസിൽ കടന്നു വരും. ഇപ്പോൾ നേരത്തെ അവതാരകൻ പറഞ്ഞതുപോലെ പഴയ ഏതോ ഇരുണ്ട കാലത്തെ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ക്ലാസ്സിൽ വരാൻ പറ്റാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും വിടാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ കൂടിയും ഇത്ര ക്രൂരമായിട്ട് അവ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളും ഗൗരവത്തോടു കൂടി കാണുകയാണ്. തീർച്ചയായും. അത് മാത്രമല്ല അനുശ്രീ, ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നത് ഈ കലാലയങ്ങളെ രാഷ്ട്രീയ മുക്തമാക്കുക എന്ന അരാഷ്ട്രീയവാദികളുടെ വർത്തമാനങ്ങളാണ്. അത്തരം കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഈ റാഗിങ് പോലെയുള്ള, മയക്കുമരുന്ന് പോലെയുള്ളവർ കലാലയത്തിൽ എത്തുന്നത് രാഷ്ട്രീയത്തിന്റെ വിശുദ്ധമായ കലഹങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ കൂടിയാണ്. അതുകൂടി SFI ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതുണ്ട്. ഞാൻ അതിലേക്കായിരുന്നു കടന്നു വന്നത്. കാരണം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കാരണം, ഇപ്പോ രാഷ്ട്രീയം ഇടപെടാൻ വേണ്ടി ക്യാമ്പസുകൾ അനുവദിക്കാത്ത സമയം ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. രാഷ്ട്രീയമായി വേണ്ടതില്ല, സമരങ്ങൾ വേണ്ടതില്ല. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലം കൂടിയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് അടിയുറച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ലഹരി ആയിക്കോട്ടെ, റാഗിംഗ് ആയിക്കോട്ടെ, മറ്റെന്ത് അരാജക സ്വഭാവങ്ങളായിക്കോട്ടെ, ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകളിൽ ഉണ്ടാകുമ്പോൾ പരമാവധി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമീപങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടക്കഘട്ടത്തിലേ തുടങ്ങുന്നുള്ള അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. ഏത് ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുതന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. രാഷ്ട്രീയമേ വേണ്ട എന്നുള്ള തരത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നങ്ങൾ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള അതിക്രൂരമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്കൂളിൽ കഴിഞ്ഞ എറണാകുളത്ത് വരുന്ന വാർത്തയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പുതിയ കാല വിദ്യാർത്ഥികളെ വളരെ മോശമായിട്ട് അവരെ നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, അത് ലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ കാല സിനിമകളായിക്കോട്ടെ, എന്തായിരുന്നാൽ കൂടിയും അങ്ങനെ അവരെ സ്വാധീനിക്കാൻ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ മാറ്റാൻ നമുക്ക് ഉറച്ച രാഷ്ട്രീയ അഭിപ്രായം അല്ലെങ്കിൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും സൂചിപ്പിച്ചു പോകുന്നത്. ഇതിൽക്കാർ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ ഭാവിയിൽ ഒരു ഘട്ടത്തിലും ഒരു വിദ്യാർത്ഥിയും തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതായിട്ടുണ്ട്. കാരണം സാധാരണ റാഗിംഗ് എന്ന് കേൾക്കുമ്പോൾ അത് റാഗിംഗ് തന്നെ വളരെ തെറ്റായതും പടിക്ക് പുറത്ത് നിർത്തേണ്ട ഒന്നുമാണ്. പക്ഷേ അത് കേൾക്കുമ്പോൾ പോലും ഉള്ളതല്ല. ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്ന കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തുക, വെയിറ്റ് എടുത്ത് ജനനേന്ദ്രിയങ്ങൾ വെക്കുക, അല്ലെങ്കിൽ ക്രൂരമായ രീതിയിലുള്ള പീഡനം. ആ കുട്ടിക്ക് കരയാൻ പോലും പറ്റുന്നില്ല. തൻ്റെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അവന് വേദനയിലൂടെ അല്ലാതെ അറിയാനാകാത്ത അവസ്ഥ. കണ്ണിൽ ലോഷൻ ഒഴിക്കുന്നു, കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു. അതിക്രൂരം. ഈ കേരളത്തിലാണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നും. അതെ, തീർച്ചയായിട്ടും. ആ വാർത്തകളും ദൃശ്യങ്ങളും കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കാണ് ആ വാർത്ത നമ്മളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്ത് വരുന്ന വാർത്തയും അതിക്രൂരായിരുന്നു. റാഗിംഗ്, സ്വാഭാവികമായിട്ട് റാഗിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദൃശ്യത്തിനും ഭീകരമായിട്ടുള്ള അതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുപോവുകയാണ്. അപ്പോ അതിഭയാനകമായിട്ടുള്ള ഈ ചിന്ത അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നയിക്കുന്നത് എന്തായിരുന്നാൽ കൂടിയും തീർച്ചയായും അനുശ്രീ, ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പോലീസിന് ലഭിക്കുമ്പോഴും ഈ ക്രൂരതയുടെ ഇത്രയേറെ ശക്തമായ നടപടി പോലീസ് അവർക്കെതിരെ സ്വീകരിക്കുന്നു ആ ദൃശ്യങ്ങളുടെ ഫലമായിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ കൈരളി ന്യൂസും ആ ദൃശ്യങ്ങൾ ബ്ലർ ചെയ്താണെങ്കിൽ പോലും കാട്ടുന്നത് ഈ റാഗിങ്ങിൻ്റെ ക്രൂരതയും അത് വരുത്തുന്ന വിനാശവും അതിൽ നിന്നുള്ള ജാഗ്രത സമൂഹത്തിനുണ്ടാകണം എന്നതിന് കൂടിയാണ്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന് വരുന്ന അവസ്ഥ അത്രയേറെ ഭീകരമാണ് എന്ന് ഒരുപക്ഷെ പ്രതികളുമായി ബന്ധപ്പെട്ടവരും ആ മനോനിലയുള്ളവരും കൂടി കാണേണ്ടതാണ്.
കാരണം ഇങ്ങനെയാണ് ആ ക്രൂരത മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. തീർച്ചയായും അനുശ്രീ, ഈ SFI വളരെ ശക്തമായ സമരപരിപാടികൾ ഇതിനെതിരെ നടത്തും, പ്രത്യേകിച്ച് ഈ സംഭവത്തിനെതിരെ അല്ലേ, തുടർന്ന് വരുന്നു. തീർച്ചയായിട്ടും ഈ സംഭവം മാത്രമല്ല, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ റാഗിങ്ങിനെതിരായിട്ട് ക്യാമ്പസുകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ അധ്യയന വർഷത്തിന്റെ ആരംഭങ്ങളിൽ ഏറ്റെടുക്കുന്ന ക്യാമ്പയിനാണ് റാഗിങ്ങിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വളരെ ശക്തമായിട്ട് തുടർന്നു കൊണ്ടുപോകും. മെച്ചപ്പെട്ട ചരിത്രത്തിൽ തന്നെ റാഗിങ്ങിനെതിരെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷിത്വം വെച്ച സഖാക്കളുണ്ട് അനവധിയായിട്ടുള്ളവർ. തീർച്ചയായിട്ടും റാഗിങ് ക്യാമ്പസുകളിൽ ഇല്ലാതാവുന്നതിനാവശ്യമായിട്ടുള്ള എന്ത് ഈ വിഷയത്തെ പ്രതിഷേധിച്ചുകൊണ്ട് അതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് നടക്കും. ആ വിഷയത്തിൽ ഈ പറയുന്ന മാത്രമല്ല അനുശ്രീ, ഇപ്പോൾ SFIയുടെ സമ്മേളനം വരികയാണ്. സ്വാഭാവികമായും ഈ റാഗിങ് നമ്മുടെ നാട്ടിലും വിദ്യാലയങ്ങളിൽ നിന്നും പോയി എന്നാണ് SFIയുടെ അടക്കം പ്രവർത്തനം കൊണ്ട് നാം വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും ആ എലമെൻറ്റുകൾ ഉണ്ട് എന്ന് ബോധ്യമാകുന്നു. അപ്പോൾ മയക്കുമരുന്നിനും ഇത്തരം റാഗിങ്ങുകൾക്കെതിരെ സമ്മേളനം വളരെ ജാഗ്രതായ ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമായിരിക്കും. സമ്മേളനത്തിൽ അത് പ്രതിഫലിക്കുമായിരിക്കും അല്ലേ അനുശ്രീ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാകും. മെച്ചപ്പെട്ട സമ്മേളനം നടക്കാൻ അടുത്ത ആഴ്ച മാത്രമേ സമ്മേളനം വരാൻ വേണ്ടി പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് സമ്മേളന വേദി മാത്രമല്ല, സമ്മേളനം കടന്നു വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നതിനപ്പുറത്തേക്ക് നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ റാഗിംഗ് വിഷയം ഏറ്റെടുക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ശക്തമായിട്ട് സമ്മേളനത്തിലാണ് ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ദൈനംദിന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസ മേഖലയിലെ ലഹരി അരാജക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളത് ദൈനംദിന മുദ്രാവാക്യത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും. കാരണം ഈ അടുത്ത ഒരു കാലത്തേക്കുള്ള നിങ്ങളുടെ ഊർജവും പരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒന്നാണ് സമ്മേളനം എന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, അതിനെ ഞാൻ പോസിറ്റീവായി കാണുകയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്, സമ്മേളനത്തിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതല്ലാതെ തന്നെ ഈ സമയം തന്നെ ഇതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികളും മറ്റ് തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ, വളരെ ശക്തമായിട്ട് പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ SFI തയ്യാറാവുകയാണ്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ കെ അനുശ്രീ, SFI സംസ്ഥാന പ്രസിഡന്റ്. എന്തായിരുന്നാലും വലിയ ക്രൂരതയാണ് കോട്ടയത്ത് നടന്നത്. ആ കുട്ടി അനുഭവിക്കുന്ന ക്രൂരതകൾ സമാനതകളില്ലാത്തതാണെന്ന് ആ ദൃശ്യങ്ങളാണ് ബോധ്യമാക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാട്ടുന്നത് പോലും വേദനയോടുകൂടി തന്നെയാണ്. കാരണം അതിനെതിരായ ജാഗ്രത സമൂഹത്തിൽ ഉയരണം എന്ന നിതാന്ത ജാഗ്രതയോടെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരത്തിൽ ദൃശ്യങ്ങൾ പോലും ഞങ്ങൾ കാട്ടുന്നത്.